നമ്മൾ ഇന്നത്തെ വർക്ക് വരുന്നത് കണ്ണൂർ മയ്യിൽ കുറ്റിയാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കസ്റ്റമർ സെർച്ച് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടിട്ടായിരുന്നു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ വിളിച്ച സമയത്ത് ആളെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ സൈറ്റ് വിസിറ്റ് എടുത്ത് വാട്ടർ കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തു. റിപ്പോർട്ട് കിട്ടിയ സമയത്ത് അത്യാവശ്യം നല്ലോണം അയണും ടർബിഡിറ്റിയും ഹാർഡ്നസും ഉണ്ടായിരുന്നു. അപ്പോൾ സോഫ്റ്റ്നറും അതുപോലെ ഒരു മൾട്ടിമീഡിയ അയൺ റിമൂവറും പിന്നെ ഡോസിങ്ങും കിച്ചണിൽ ഒരു പ്യൂരിഫയറും ആണ് പറഞ്ഞിട്ടുണ്ടായത്. രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. ഇവർക്ക് സോഫ്റ്റ്നർ വെച്ച് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല എന്ന്. അതുകൊണ്ട് നമ്മൾ ഡോസിങ്ങും ഗ്രാവിറ്റിയിൽ ഒരു അയൺ റിമൂവർ പിന്നെ കിച്ചണിൽ ഒരു കിച്ചൺ പ്യൂരിഫയർ ആണ് ചെയ്തിട്ടുണ്ടായത്. നമ്മളങ്ങനെ കസ്റ്റമറുടെ വീട്ടിലെ വെള്ളം മൊത്തം ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. 4 മാസം മുന്നെയാണ് നമുക്ക് ഇവിടുത്തെ എൻക്വയറി വന്നിട്ടുണ്ടായത്. നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടും കസ്റ്റമർക്ക് നമ്മളോട് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടും കസ്റ്റമർ വേറെ നോക്കിയിട്ടുണ്ടായിട്ടില്ല. വർക്ക് നമുക്ക് തന്നെയാണ് തന്നിട്ടുണ്ടായത്. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ പ്രശ്നങ്ങളുണ്ട്, അത് ക്ലിയർ ആക്കാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ വെച്ച ഫിൽറ്റർ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ സർവീസോ മെയിൻ്റെനൻസോ കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതിന് മെയിൻ്റെനൻസും ചാർജും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. കിച്ചൺ പ്യൂരിഫയർ ആണെങ്കിൽ ഇയർലി നമുക്കത് എന്തായാലും സർവീസ് ചെയ്യാം. നമ്മളത് ശരിയായ ടൈം പീരീഡിൽ സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടുന്ന വെള്ളത്തിന്റെ പ്യൂരിറ്റിയിൽ കുറവോ അല്ലെങ്കിൽ തീരെ വെള്ളം കിട്ടാതിരിക്കുകയോ ചെയ്യും. ഹോൾ ഹൗസ് ഫിൽട്രേഷൻ ആണെങ്കിൽ ഓരോ വീട്ടിലും വെള്ളത്തിന്റെ കണ്ടീഷൻ ഡിഫറൻ്റ് ആയിരിക്കും, അതുപോലെ യൂസേജും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടായിരിക്കും ബാക്ക് വാഷ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്ന ടൈം പീരീഡിൽ കറക്റ്റായിട്ട് ബാക്ക് വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ്റെനൻസ് വരുന്നത്. അപ്പോൾ ശീലമാക്കുക ശുദ്ധജലം.